യൂട്യൂബിൽ BCA മലയാളം എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ വീഡിയോ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് എൻക്വയറീസ് നമുക്ക് കഴിഞ്ഞ വർഷം വർക്ക് ചെയ്യാൻ പറ്റി. അതിന് നല്ലൊരു ശതമാനം ആൾക്കാർ ചോദിച്ചതും കമന്റ് ബോക്സിൽ ഒരുപാട് പേര് എഴുതിയിട്ടതുമായ ഒരു സംശയമാണ്, ബാംഗ്ലൂർ നഗരത്തിലെ ഏറ്റവും നല്ല കോളേജ് ഏതാണ്, BCAക്ക് നല്ല യൂണിവേഴ്സിറ്റി ഏതാണ്, എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ പഠിക്കാൻ എടുത്തിരിക്കുന്ന കോളേജ് നല്ലതാണോ, അവിടെ പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടോ, ഡിമാൻഡുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങളോടെ അവർ പലരും എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. ഇതിനെല്ലാം ഉത്തരവായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ബാംഗ്ലൂർ എന്നാൽ ഒരു IT ഹബ്ബാണ്. BCA എന്നാൽ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നൊരു പ്രൊഫഷണൽ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ നമ്മുടെ 14 ജില്ലകളിൽ നിന്നും ഒരുപാട് സ്റ്റുഡൻസ് ആണ് BCA പഠിക്കാനായി ബാംഗ്ലൂർ ചൂസ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ആപ്പ് ഡെവലപ്മെന്റ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഡേറ്റ സയന്റിസ്റ്റ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഈ മേഖലകളിലൊക്കെ തന്നെ ആയിരിക്കാം നിങ്ങളുടെ ജോബ് ഉണ്ടാവുക. ഇഷ്ടംപോലെ MNC കമ്പനികളും സ്റ്റാർട്ടപ്പും കുറെ കോർപ്പറേറ്റീവ് കമ്പനീസിന്റെയും ഇൻവെസ്റ്റ്മെന്റ് വരാനിരിക്കുന്നത് കൊണ്ടും ബാംഗ്ലൂർ BCA പോലെ ഒരു കോഴ്സ് പഠിക്കാനായി ചൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് വെരി ഗുഡ് ഡിസിഷൻ. ജീവിതത്തിലെ 3 വർഷം കൊടുത്ത് ബാംഗ്ലൂർ നഗരത്തിലെ ഒരു കോളേജിലേക്ക് പഠിക്കാനായി നോക്കുമ്പോൾ നല്ല പ്ലേസ്മെന്റും ഫെസിലിറ്റീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടയർ 1 കോളേജുകൾ തന്നെ ചൂസ് ചെയ്ത് പഠിക്കാൻ മാക്സിമം ശ്രമിക്കുക. ക്രൈസ്റ്റ്, സെന്റ് ജോസഫ്, രാമയ്യ കോളേജ്, ജെയിൻ യൂണിവേഴ്സിറ്റി, പ്രസിഡൻസി യൂണിവേഴ്സിറ്റി, ഇത്തരത്തിലുള്ള ടയർ 1 കോളേജുകൾ തന്നെ പഠിക്കാനായി ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ ഓപ്ഷൻ. പക്ഷേ ഈ ടയർ 1 യൂണിവേഴ്സിറ്റി കോളേജുകളിലൊക്കെ അവരുടേതായ അഡ്മിഷൻ പ്രൊസീജിയർ ഉണ്ടാകും, അവർ കണ്ടക്ട് ചെയ്യുന്ന ഇന്റർവ്യൂസ് ഉണ്ടാകും, അവർ കണ്ടക്ട് ചെയ്യുന്ന എക്സാമുകൾ ഉണ്ടാകും, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടാകും. ഇത്തരത്തിലുള്ള കടമ്പകൾ താണ്ടിയാലേ ടയർ 1 കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ ബാംഗ്ലൂർ നോർത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അണ്ടറിലാണ് BCA അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ ഞാൻ ഡയറക്റ്റ് അഡ്മിഷൻ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു വരുന്ന നല്ല നല്ല കോളേജുകൾ അവൈലബിൾ ആണ്. മലയാളികളുടെ കോളേജായ കോഷ്യസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മുതൽ കൃപാനിധി, ആചാര്യ, ഈസ്റ്റ് വെസ്റ്റ്, ബൃന്ദാവൻ, HKBK, സാംബ്രം, C കോളേജ്, T ജോൺ കോളേജ് തുടങ്ങിയ കോളേജുകളിലെല്ലാം കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി ഞാൻ ഡയറക്റ്റ് അഡ്മിഷൻ ചെയ്തു വരുന്നതാണ്. ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ ഏനപ്പോയ, SVASA, സെന്റ് ജോസഫ് യൂണിവേഴ്സിറ്റി ഇവരെ പോലെ ഒരുപാട് ഡീംഡ് യൂണിവേഴ്സിറ്റികളും വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. BCAയുടെ കൂടെ തന്നെ പുതിയ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ തരം കോഴ്സുകളും നിങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മിക്ക കോളേജുകളും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. അതായത് ടോപ്പ് കമ്പനീസ് ഒക്കെ ആയിട്ട് അവർ ടൈപ്പ് ചെയ്തിട്ടാകാം നിങ്ങളുടെ BCA പ്രോഗ്രാംസ് നിങ്ങൾക്ക് അവർ തന്നിട്ടുണ്ടാവുക. അത് നിങ്ങൾക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. പ്ലേസ്മെന്റ് ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അത്യാവശ്യം നിലവാരമുള്ള കോളേജുകൾ തന്നെ എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അതായത് 3 വർഷത്തേക്ക് 3 തൊട്ട് 5 ലക്ഷം വരെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ പഠിക്കാനായി ചൂസ് ചെയ്യുന്ന കോളേജ് നമുക്ക് വളരെ വെറുത്തായിരിക്കണം. അതല്ലെങ്കിൽ പലരും ലോൺ എടുത്തും വസ്തു പണയപ്പെടുത്തിയും രാവും പകലും ഇല്ലാതെ അച്ഛനമ്മമാർ കഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും BCA പോലൊരു നല്ല കോഴ്സ് ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ നിങ്ങളെ പഠിക്കാൻ വിടുക. അതുകൊണ്ട് ഇത്രയും വലിയ തുകയൊക്കെ മുടക്കി പഠിക്കുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ ലഭിക്കുമെന്ന് ഉറപ്പുള്ള നല്ല കോളേജുകൾ തന്നെ തിരഞ്ഞെടുത്ത് പഠിക്കാൻ മാക്സിമം ശ്രമിക്കുക. ചില കുട്ടികളൊക്കെ ബാംഗ്ലൂർ സിറ്റിയിൽ മാക്സിമം അടിച്ചു പൊളിച്ച് പഠിക്കാൻ പറ്റുന്ന കോളേജുകളാണ് ചൂസ് ചെയ്യുക. കോളേജ് പ്രോഗ്രാംസും എൻജോയ്മെന്റ്സ് ഒക്കെ എപ്പോഴും നല്ലതാണ്. 18 വയസ്സ് കഴിഞ്ഞ് വരുമ്പോൾ ബാംഗ്ലൂർ നഗരം ആസ്വദിച്ച് നല്ല കോളേജുകൾ തന്നെ ചൂസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. എന്നിരുന്നാലും പഠിച്ചിറങ്ങുമ്പോൾ 3 കൊല്ലം കഴിയുമ്പോൾ എല്ലാ പേപ്പറും ക്ലിയർ ചെയ്ത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടേ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാവൂ. ബാംഗ്ലൂരിൽ ഒട്ടുമിക്ക കോളേജുകളും നിലവിൽ ആഡ് ഓൺ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് ട്രെൻഡായി BCA സ്പെഷ്യലൈസേഷൻ കോഴ്സ് മാറുന്നതുകൊണ്ട് തന്നെ ഏത് കോളേജ് എടുക്കണം, ഫീസ് കുറവുള്ളത് എവിടെയാണ്, പ്ലേസ്മെന്റ് ഉള്ളത് എവിടെയാണ്, കോളേജ് പ്രോഗ്രാംസ് ഒരുപാടുള്ള ക്യാമ്പസ് മതി, ഇത്തരത്തിൽ നമ്മൾ പലരും കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, റോബോട്ടിക്സ്, ഡേറ്റ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ് ഇത്തരത്തിലുള്ള ഒരുപാട് ആഡ് ഓൺ കോഴ്സുകൾ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആഡ് ഓൺ കോഴ്സ് തന്നെ തിരഞ്ഞെടുത്ത് പഠിക്കാനായി മാക്സിമം ശ്രമിക്കുക. ഇനി പറയാനുള്ളത്, മേൽപ്പറഞ്ഞ ബാംഗ്ലൂർ ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള നല്ല കോളേജുകളായിക്കോട്ടെ, നിങ്ങൾ അഡ്മിഷൻ നോക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായും 8072918097 എന്നെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി നല്ല കോളേജുകളിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ചെയ്തു തരുന്നതായിരിക്കും. BCA ബാംഗ്ലൂരിലേക്ക് അഡ്മിഷൻ നോക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. ബൈ.